ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ മഹാസംഗമത്തിൻ്റെ ഡേറ്റിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് മാറ്റി അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതെ, അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം സമരത്തിൽ പങ്കെടുക്കരുതെന്നും അവർക്കെന്ന് പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ ഇടയിൽ വളരെ ശക്തമായ ഒരു പ്രചരണം, ഈ സമരത്തിൽ പങ്കെടുക്കരുത്, പങ്കെടുത്താൽ ശക്തമായ നടപടി ഉണ്ടാകും. ആരാ പ്രചരണം നടത്തുന്നത്? അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു യൂണിയൻ തന്നെയാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് CPM-ൻ്റെ ഭാഗത്ത് നിന്നാണ് അത്തരം മെസ്സേജുകളും മറ്റുള്ളത്. കുറച്ച് സമയം മുമ്പ് നമ്മളെ മെസ്സേജുകൾ മൊത്തം അവർ കാണിക്കുകയും ചെയ്തിരുന്നു, ഓരോ ലോക്കൽ കമ്മിറ്റികളൊക്കെ നൽകുന്ന മെസ്സേജ്. ചേച്ചി എവിടുന്ന് വരിക? ഞാൻ മാറുന്നല്ലൂർ. പിന്നെ പൈസ സർക്കാർ തരാം എന്ന് 2 മാസമാണല്ലോ ഇപ്പം ഓണറേറിയം പെൻഡിങ് ഉള്ളത്. അത് തരാമെന്ന് പറഞ്ഞാൽ വീണ് തുടങ്ങിയോ? ഇല്ല, ഞങ്ങളെ ഫോൺ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഒരു പൈസയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കുമോ? ഞങ്ങൾക്കിപ്പോൾ ആവശ്യം ഓണറേറിയം തരിക എന്നത് മെയിൻ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 62 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ തന്നേ പറ്റൂ. കാരണം ഞാൻ എൻ്റെ കാര്യം പറയാം. 33 വർഷം കൊണ്ട് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശാ വർക്കറും ആദ്യം MSS ആയിരുന്നു. 1992 MSS ആയി നമ്മളെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും അവർ ഏറ്റുവാങ്ങി. 2007 ആയപ്പോഴേക്ക് ഞങ്ങളെ പിരിച്ചു വിട്ടുകൊണ്ട് ഇതിനകത്ത് മന്ത്രി വീണ ജോർജ് പറയുന്നത് നിങ്ങൾക്കിപ്പം 9,000 രൂപയാണ് കിട്ടുന്നത്, അത് 13,000 ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഇല്ല, അതൊക്കെ വെറുതെയാണ്, അതെല്ലാം വെറുതെയാണ്, അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നമ്മളെ അക്കൗണ്ട് വേണമെങ്കിൽ പരിശോധിക്കാം. ചേച്ചി, അത് മറ്റു പല ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ഫോൺ വിളിക്കാനുള്ള അലവൻസ് അങ്ങനെയൊക്കെയാണോ? 200 രൂപയുണ്ട്. അങ്ങനെ തന്നാലും കിട്ടില്ല, എന്നാലും 13 ആവില്ല. അവരൊരു ഫോം അടിച്ചിറക്കിയിട്ടുണ്ട്, ഇത്ര രൂപ ഓരോ ക്രൈറ്റീരിയ വെച്ച് ഇന്ന വർക്ക് ചെയ്താൽ ഇങ്ങനെ. ഒരു 5 കുട്ടികളെ വൈറ്റമിൻ കൊടുത്താൽ 100 രൂപ കിട്ടും. ഒരു വയസ്സിൻ്റെ പൂർണ്ണ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ 100 രൂപ കിട്ടും. ഇങ്ങനെയുള്ളതെല്ലാം കണക്കാക്കി വന്നാലും നമുക്ക് മാക്സിമം ഒരു 10-12 കുട്ടികൾ കിട്ടും എല്ലാം കൂടെ. അങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടാൻ പോകുന്നത്? പിന്നെ 2,000 രൂപ സംസ്ഥാനത്തിൻ്റെ പൈസ, കേന്ദ്രത്തിൻ്റെ പൈസ, ഇതെല്ലാം കൂടി കണക്കാക്കിയാലും നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഇവിടെ ഇരിക്കാനാണ്? ഇവിടെ ഇരിക്കും. ഞങ്ങൾ മരിച്ചാലും ഇവിടെ ഇരിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഈ പൈസ കിട്ടാതെ ഞങ്ങൾ പോകില്ല. എന്ന് വെച്ചാൽ എനിക്ക് 56 വയസ്സായി. ഈ 62 വയസ്സെന്ന് പറയുന്നത് ഇനി 6 വർഷം കൊണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോവും? തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. മക്കൾ നോക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷ. ഈ സമയത്ത് പോലും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വെറും 9,000 രൂപയാണ്. അതുകൊണ്ട് 9,000 രൂപ അത് നമുക്ക് അതാത് മാസം കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിലും, അതും ഇല്ല. 7,000 രൂപ 3-4 മാസം കൂടുമ്പോൾ ഒരു 7,000 രൂപ വരും. അത് കഴിഞ്ഞുള്ള ഇൻസെൻറ്റീവ് പിന്നും 2 മാസം കഴിയുമ്പോൾ ഒരു ഇൻസെൻറ്റീവ് തരും. ഇവരിങ്ങനെ ഇട്ട് പിടിച്ച് ഞങ്ങളെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തണം. ഞങ്ങൾ ഈ സമരം ബലപ്പെടുത്തിക്കൊണ്ട് ഇത് എന്ന് ഞങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ അംഗീകരിച്ച് തരുമോ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. 9,000 രൂപയുടെ പണിയോ ഉള്ളോ നിങ്ങൾക്ക്? 9,000 രൂപയുടെ പണിയല്ല, ഞങ്ങൾക്ക് 24 മണിക്കൂറും പണിയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ വിളിക്കും, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളെ റിപ്പോർട്ട് വിളിക്കും. ഇവരുടെ പഞ്ചായത്തിൻ്റെ എന്ത് കാര്യം വന്നാലും അവിടെ ആളെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾക്കിപ്പോൾ സർവേയാണ്, NCD സർവേ എന്ന് പറഞ്ഞ് 30 വയസ്സിൻ്റെ മേളിലോട്ടുള്ള സകലരെയും പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അവർക്ക് എത്ര വർഷമായി തുടങ്ങിയിട്ട്, അവർ പ്രൈവറ്റിലാണോ പോകുന്നത്, ഗവൺമെൻറ്റിലാണോ പോകുന്നത്, 62 ക്വസ്റ്റ്യൻ ഉണ്ട് ഒരാളെക്കുറിച്ച്. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മാതൃശിശു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ ഫ്രീ ആയുള്ള സമയത്ത് 1-2 മണിക്കൂർ ചിലവിട്ട് തുടങ്ങിയാൽ എന്ന് പറഞ്ഞല്ലേ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാകും? അതെ, നമ്മളോട് പറഞ്ഞിരുന്നത് ആഴ്ചയിൽ 4 ദിവസം 3 മണിക്കൂർ എന്നാണ് ആദ്യം നമ്മളുടെ ആശമാരുടെ പ്രവർത്തന രീതി പറഞ്ഞിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ 24 മണിക്കൂർ ഞങ്ങൾക്ക് തികയാതെ വന്നിരിക്കുകയാണ്. ഒന്നിന് മേൽ ഒന്നായിട്ട് അവർ ഓരോ സർവേകൾ അടിച്ചേൽപ്പിക്കുകയും ഞങ്ങളുടെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും നടത്താനുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു ജോലി ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വീടിൻ്റെ പടി കയറുന്ന ഉടനെ അടുത്ത പരിപാടി ഇങ്ങോട്ട് തരുവാണ്. അപ്പം നമുക്ക് ഒന്നും നിവർന്ന് നിൽക്കാൻ പോലുമുള്ള സാവകാശം തരുന്നില്ല. അതെങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ 11 ദിവസം പിന്നിടണമായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കണമായിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ ഞങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പം കുറേ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ 21,000 വന്നു, 30,000 വന്നു എന്നൊക്കെ. ഉപാധികളില്ലാതെ ഞങ്ങൾക്ക് 2 മാസത്തെ ഓണറേറിയം അനുവദിച്ചെന്നൊക്കെ. എന്തിനാണ് ഈ വ്യാജ പ്രചരണം?